ഹായ് ഗായ്സ്, അങ്ങനെ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നൊരു കോളേജ് വ്ളോഗാണ് ഞാൻ ഇടാൻ പോകുന്നത്. കുറേ ആയി സജഷൻസൊക്കെ വരുന്ന കോളേജ് വ്ളോഗ്സ് എന്തെങ്കിലും ഇടുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു ഫിറ്റ് ചെക്കും എടുത്തിട്ട് നേരെ ബസ് കയറി കോളേജിലേക്ക് എത്തി. ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നും ഇന്ന് എടുക്കാൻ പറ്റിയില്ല. അതിന് ശേഷം ഒരു ബ്രേക്കിന് ഇറങ്ങി ചായ കുടിക്കാൻ പോയതാണ്. നിങ്ങളിപ്പോൾ കാണും. ഇന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക ഒരു പ്രോഗ്രാമുള്ള ദിവസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ക്ലാസ് 12:45 എൻഡ് ചെയ്യും. അപ്പം അത് കഴിഞ്ഞ് എല്ലാവരും കോളേജിൽ നിന്ന് വീട്ടിലേക്കൊക്കെ പോയ സമയത്ത് എനിക്ക് പ്രോഗ്രാമിനോട് ഞാൻ അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ബോറടിച്ചിരുന്നിട്ടാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് എന്താ അവിടെ പ്രോഗ്രാം എന്ന് വെച്ചാൽ പാട്ട് പാടാനുണ്ടായിരുന്നു. പക്ഷെ ആ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് റൂമിലെത്തി നേരെ പുറത്തു പോകാൻ വിചാരിച്ചിട്ട് റെഡി ആയതാണ്. നിങ്ങൾ ടൈം ഒരു 4:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ചായ കുടിക്കാൻ പോകാൻ വിചാരിച്ചു. ഇവിടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു, പാരീസ് ഹോട്ടൽ. അവിടെ പോയി ചായയും ഷവർമ റോളും കഴിച്ച്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ബ്രോഡ്വേയിലാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എങ്ങോട്ട് പോകണമെന്ന് വല്ല ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ റൂംമേറ്റ് പറഞ്ഞ് വൈപ്പിൻ ബീച്ചിലേക്ക് പോകാമെന്ന്. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു ഈ റോഡിലേക്ക് ഇവിടെ പോകാൻ വേണ്ടിയിട്ട്. നല്ല സൺസെറ്റിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു വെതറും ക്ലൈമറ്റൊക്കെ ആയിരുന്നു. ബീച്ച് എത്തുന്നതിൻ്റെ മുന്നേ കുഞ്ഞൊരു പുഴ പോലൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല കറക്റ്റ്, പക്ഷെ നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ ഈ കടൽപ്പാമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നോക്കുമ്പോൾ അതിന് തലക്കെന്തോ അടിയിട്ടിട്ടിരിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ വെള്ളത്തിൽ തന്നെ ഞങ്ങൾ ഇട്ടുകൊടുത്ത്. പിന്നെയാണ് മനസ്സിലാക്കിയത് അത് വിഷമുള്ള പാമ്പായിരുന്നു എന്ന്. പക്ഷെ ഞങ്ങൾ സേഫ് ആയിരുന്നു, അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ച് കുറേ നല്ല അടിപൊളി വെറൈറ്റി ഷെൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷെല്ലൊക്കെ എടുത്തിട്ട് നമുക്കൊരു മണ്ണായിട്ടൊരു എന്താ പറയുക കാസിൽ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഷെല്ല് പറക്കണതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വെറുതെ വേറൊരു പണി ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഈ സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു. കുറേ നേരം ഇങ്ങനെ അവിടെ ഇരുന്ന് പിന്നെയാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയത്. അങ്ങനെ കുറച്ച് ഷെല്ലൊക്കെ പറക്കിയിട്ട് ജസ്റ്റ് ഗൗരി ഇങ്ങനെ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ. ഈ ഷെല്ലൊക്കെയാണ് ഞങ്ങൾ കളക്ട് ചെയ്തത്. പിന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്. എനിക്ക് ആദ്യം എങ്ങനെയൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഗൗരിയൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് നല്ല രസത്തിൽ നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കി. ഡെക്കറേഷൻസിന് വേണ്ടി കുറേ സാധനങ്ങൾ ഞങ്ങൾ നോക്കി. അങ്ങനെ കുറച്ച് വടിയും കൊമ്പൊക്കെ എടുത്തിട്ടാണ് വന്നത്. ലാസ്റ്റ് ഞങ്ങളെ കാസലിൻ്റെ രൂപമാണ് ഈ കാണുന്നത്. ഉണ്ടാക്കി വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായി. കാരണം ഫസ്റ്റ് ടൈം ഉണ്ടാക്കണോണ്ട് തന്നെ ഇതൊക്കെ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആക്കണ്ടേ എന്നുള്ളൊരു വൈബായിരുന്നു. പിന്നെ കുറേ നേരം ഇരുന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. കുറേ നേരം ഇങ്ങനെ കാമായിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റും പിന്നെ നല്ല മൂണിനൊക്കെ കണ്ടപ്പോൾ ഒരു ഹാപ്പി ഡേ ആയിട്ട് ഇത് കഴിഞ്ഞു. അപ്പം ശരി, അത്രയ്ക്കുള്ളൂ.